നമ്മൾ കായിക പരിപാടിയൊക്കെ കഴിഞ്ഞ് അല്പം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമ്മളൊരു ഗായികയെ പരിചയപ്പെടുത്തുന്നുണ്ട്. അവന്തിക. ഹായ്, ഗുഡ് മോർണിംഗ് അവന്തിക. ഗുഡ് മോർണിംഗ്. അവന്തികയുടെ വീട് എവിടെയാ? വടകര. എന്ത് ചെയ്യുന്നു അവന്തിക? +2 ഇപ്പൊ കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത തവണ കഴിയും. അതായത് +2 ഇത്തവണ, അതായത് +1 ആണ് +2ലേക്ക് വരുന്നു. +2 കഴിഞ്ഞു. എത്ര A+? ഇപ്പൊ BA വോക്കൽ കഴിഞ്ഞിട്ട് 1 ഇയർ ആയി. കഴിഞ്ഞ തവണ എത്ര A+ ഉണ്ടായിരുന്നു? എനിക്ക് 4 A+. ഒരെണ്ണം കൂടി പോയി, 3 പാടുള്ളായിരുന്നു. നമുക്ക് 3 A+ കിട്ടുന്നതാണ് നമുക്ക് കൂടുതൽ ഏറ്റവും ഇഷ്ടം. അപ്പൊ മിടിക്കുക. അപ്പൊ അവന്തിയ പാട്ടൊക്കെ പാടും. ഇപ്പൊ BA വോക്കൽ. എവിടെ പഠിക്കുന്നു? ഞാൻ ചേരാൻ പോകുന്നേ ഉള്ളൂ. എവിടെ ചേരാനാണ് ആഗ്രഹം? പാലക്കാട്. വടകര തന്നെയാണോ വീട്? വടകരയാണ്. അപ്പൊ ചെമ്പൈ പാലക്കാട്. ഞങ്ങളുടെ നാട്ടിലേക്കാണ്, പാലക്കാട് ചെമ്പൈയിലേക്കാണ് വരുന്നത്. ചെമ്പൈ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല ചൂടായിരിക്കും. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 44-45 ഡിഗ്രി വരെ സഹിക്കാൻ തയ്യാറാണല്ലോ? ശരി. എന്ത് ചൂട്! വടകരക്കാരൊക്കെ പ്രത്യേകിച്ച് ചൂടിന്റെ കാര്യം പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. വടകരയുടെ ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. വടകരയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം? ഞാൻ കേട്ടത് കപ്പക്കറിയും പിന്നെന്താണ് പപ്പടവുമാണെന്ന് പറയുന്നുണ്ട്. ശരിയാണോ? കപ്പക്കറിയും പപ്പടവും അതൊരു പ്രത്യേക കോമ്പിനേഷനാണ്. അത് പ്രേക്ഷകർക്ക് ഞാൻ പരിചയപ്പെടുത്താം. നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട്. പ്രേക്ഷകർക്ക് ആ രുചി കൂടി ഞാൻ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അവന്തികയെ വിളിച്ചത് പാട്ടുപാടാനാണ്. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പ്രതിപക്ഷ നേതാക്കളും ഒപ്പം ഈ നാട്ടുകാരും ഒക്കെ ഇവിടെ ഉണ്ട്. നമുക്കൊരു പാട്ട് കേട്ടാലോ? അവന്തികയുടെ ഒരു പാട്ട്. ശരി, അവന്തി ഏത് പാട്ടാണ് ആദ്യം പാടാൻ പോകുന്നത്? നിലാപ്പൊങ്കലായ. നല്ല മനോഹരമായ ചെങ്കൽ മല അല്ലേ? ചെങ്കോട് മല. ചെങ്കോട്ട് മലയുടെ താഴ്വരയിൽ നിന്നുകൊണ്ട് നിലാപ്പൊങ്കലായേലോ അല്ലേ? പിടിക്കാം. മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോട് പോലും ഞാറ് കിളിപ്പാട്ടു തേങ്ങാൻ തുളിക്കുമീ നാട്ടിൽ കരിങ്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോകുന്നു ഞാനും. ഓ നിലാപ്പൊങ്കലായേലോ പാടും നീ. ഓ തകർത്തു കേട്ടോ. അവന്തിക തകർത്തു എന്നാണ് ഒരു പ്രേക്ഷകൻ എഴുതിയിരിക്കുന്നത്. അപ്പോ BA വോക്കൽ തന്നെ പഠിക്കണം. ഇനി അതിനകത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല കേട്ടോ. വോക്കൽ പഠിച്ചേ പറ്റൂ. അപ്പൊ മനോഹരമായി പാടുന്ന ഈ കുട്ടികൾ പാട്ടും കൂടി പഠിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോഴും ട്രെയിനിങ് ഒക്കെ ചെയ്യാറുണ്ടോ? പ്രൊഫഷണൽ ട്രിപ്പിൽ പാടാറുണ്ടോ? വേറെ ഒരു പാട്ടും കൂടി നമുക്ക് ഒരു നമ്പറും കൂടി ഇട്ടാലോ? ഒരു പാട്ടും കൂടി പ്രിപ്പയർ ആണോ? അപ്പൊ ഒരു പാട്ടും കൂടെ കേൾക്കാം. നല്ല പാട്ടല്ലേ? ഒരു പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് അഭിലാഷിലേക്ക് വരാം. പാട്ടിന്റെ ഈ ലാളിത്യത്തിനോടൊപ്പം ഒരു രാഷ്ട്രീയ വാർത്തയുടെ സങ്കീർണത കൂടിയുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. നല്ല ശബ്ദം. അഭിലാഷിന് ഇഷ്ടപ്പെട്ടു. ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വെറുതെ കേട്ടോ. അഭിലാഷ് വളരെ മാന്യനായ ജെന്റിൽമാനാണ്. നമ്മുടെ ടീമിലെ തന്നെ ഏറ്റവും ജെന്റിലായിട്ടുള്ള ജേർണലിസ്റ്റ് ആണ് നമ്മുടെ അഭിലാഷ്. അഭിലാഷ്, താങ്ക് യു അഭിലാഷ്. ഓക്കെ, അപ്പോൾ അവന്തി നമുക്കൊരു പാട്ടായാലോ? അടുത്ത പാട്ട് ഏത് പാട്ട്? കണ്ണാടിക്കൈ. റെഡി. കണ്ണാടിക്കൈ. തളിരോല കൈ നീട്ടും കതിരോനെ പോലെ അവൻ എന്നെ തേടെത്തുമ്പോൾ. തളിരോല കൈ നീട്ടും കതിരോനെ പോലെ അവൻ എന്നെ തേടെത്തുമ്പോൾ. പറയാൻ വയ്യാതെ പാടാൻ വയ്യാതെ കിളിവാതിൽ പാതിയിലൂടെ കൺകുളിരെ ഞാൻ കാണും. കണ്ണോട് കണ്ണിറയും കണ്ണാടിക്കൈയിൽ കല്യാണം കണ്ടു കാക്കാത്തിക്കിളി. ഉള്ളത്തിൽ ചിണ്ടുമല്ലിപ്പൂവെറിഞ്ഞൊരാളുണ്ടോ? അഴകോലും തമ്പ്രാനുണ്ടോ? ഈ പാട്ടൊക്കെ കേട്ടാൽ എങ്ങനെയാണ് നമ്മളത് കൈയടിക്കാതിരിക്കുക? സാധാരണ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ വരാറുള്ള ഒരു കക്ഷിയുണ്ട്. പേര് VS രഞ്ജിത്ത് എന്നുള്ളതാണ്. അദ്ദേഹം നമുക്കൊപ്പമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹലോ VS രഞ്ജിത്ത്. VS രഞ്ജിത്ത് നേരത്തെ തന്നെ നമുക്കൊപ്പമുണ്ട്. അപ്പോൾ പാട്ട് കേട്ട് കഴിയുമ്പോൾ എനിക്ക് VS രഞ്ജിത്തിനെ ഓർമ്മ വന്നു. കാരണം പാട്ട് കേൾക്കുന്ന സമയങ്ങളിലേക്ക് ദുർബലഹൃദയനായി പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആള് മോട്ടിവേഷണൽ സ്പീക്കറാണ്. അദ്ദേഹത്തിൻ്റെ ചില മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ ചില സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വൈറലായിട്ടുണ്ട്. അപ്പോൾ VS രഞ്ജിത്തിനെ പ്രേക്ഷകർക്ക് അറിയാവുന്ന ഞങ്ങൾ റിപ്പോർട്ടർ എന്ന നിലയിൽ മാത്രമല്ലല്ലോ, അങ്ങനെ
അങ്ങനെ പല അഭ്യാസങ്ങളുള്ള ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് കവി കൂടിയാണ്, ഇൻസ്റ്റാഗ്രാമിലെ താരമാണ് അല്ലേ, പല വൈറൽ വീഡിയോകളും ചെയ്തിട്ടുണ്ട്. എനിക്ക് തന്നെ ഇട്ടൊരു പണി ഇന്നലെ തന്നു, എന്നെ വെച്ചിട്ടൊരു ട്രോൾ ഉണ്ടാക്കി ഒരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. മഴ ഒരു ദിവസം 24 മണിക്കൂർ മഴ വൈകിയതിന് എനിക്കെതിരെ ട്രോൾ ഉണ്ടാക്കിയ കക്ഷിയാണ്. പക്ഷെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇടിവെട്ടി മഴ പെയ്തു കേരളത്തിൽ. അപ്പോൾ തിരിച്ചു കൊടുത്തു. അപ്പോൾ മഴയിലൂടെ നമ്മൾ പ്രതികാരം വീട്ടി. അപ്പോൾ വി എസ് രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. നല്ല മനോഹരമായ സ്ഥലം. ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വൈബ് പ്രതീക്ഷിച്ചില്ല. ഞാനിവിടെ നമ്മളെ അർഷാദിന്റെ ഒരു വാർത്ത ചെയ്യാൻ വേണ്ടി ഈ ഗ്രാമത്തെ പരിചയപ്പെടുന്നു. ഈ സർക്കാർ ജോലി ഇത്രയും വലിയ ഉയർന്ന ലെവലിൽ കളിച്ചിട്ട് ആളുകൾക്ക് പോലും ജോലി കിട്ടാത്തതിനെ കുറിച്ചൊരു ക്യാമ്പയിൻ ഞാൻ മനോരമയിലുള്ളപ്പോൾ ചെയ്തിരുന്നു. അപ്പൊ അതിനുവേണ്ടി വ്യത്യസ്തമായ കായിക താരങ്ങളെ പരിചയപ്പെട്ട കൂട്ടത്തിൽ പരിചയപ്പെട്ട ഒരാളാണ് അർഷാദ്. നമ്മൾ ജോലി വാർത്ത ചെയ്തിട്ട് അല്ലെങ്കിൽ വർഷാന് ESL ജോലി കിട്ടി. പക്ഷെ ആ കൂട്ടത്തിൽ പല ആളുകൾക്കും നമ്മുടെ വാർത്ത കൊണ്ട് അന്ന് ജോലി കിട്ടി. അങ്ങനെയാണ് ഈ ഗ്രാമത്തെ കുറിച്ച് ഞാൻ പഠിക്കുന്നത്. മനോഹരമായ ഒരു ഗ്രാമം. ഇപ്പോൾ സച്ചിൻ ദേവ് അതിനകത്ത് ഇടപെടാന്ന് പറഞ്ഞു. എനിക്കൊന്ന് ഈ പരിപാടി കഴിയുമ്പോഴേക്ക് നമുക്ക് റവന്യൂ വകുപ്പ് മന്ത്രിയെ തന്നെ കിട്ടും, കെ രാജനെ തന്നെ കിട്ടും. ഒരു ചെറിയ നിയമനിർമ്മാണത്തിന് സാങ്കേതിക പ്രശ്നമുണ്ട്, അത് പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഈ വടകരയിലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഒരു ചായക്കട കൂടെ ഇവിടുത്തെ ഏറ്റവും ചായക്കടയുണ്ട്. അപ്പോൾ നമുക്ക് ചായ കുടിക്കണം ഇവിടുത്തെ. അപ്പോൾ ചായക്കടയ്ക്കൊപ്പം ഇവിടുത്തെ ഒരു ഭക്ഷണ രുചിയാണ്. നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കപ്പക്കറിയും പപ്പടവും ഇന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പക്കറിയും പപ്പടവും കഴിക്കാം. അത് ഈ മൂലാടിന്റെ പ്രത്യേകതയാണോ അതോ ഈ പേരാമ്പ്രയുടെ പ്രത്യേകതയാണോ? കപ്പക്കറിയും പേരാമ്പ്ര കപ്പക്കറിയും പപ്പടവും അല്ലേ? അപ്പോ മൂലാട് മറ്റൊരു പ്രത്യേകത പോരാട്ട വീര്യമുള്ള ഒരു നാടാണ്. കാരണം ഈ ഡെൽറ്റ ഗ്രൂപ്പിനെ, ഈ ചെങ്കോട് തുറക്കാൻ വന്ന ഡെൽറ്റ ഗ്രൂപ്പിനെ കെട്ടിച്ചൊരു സ്ഥലം കൂടി. അതെ, അങ്ങനെ വലിയ രാഷ്ട്രീയ പോരാട്ട വീര്യമുള്ള മണ്ണ് കൂടിയാണ്. ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനിക്കെതിരെ നിലപാടെടുത്ത് ആ കമ്പനി ഇപ്പൊ പ്ലാച്ചിമടയുടെ ഒക്കെ കാര്യത്തിൽ കൊക്കോകോളയുടെ കാര്യം പറയുന്നത് പോലെ ഡെൽറ്റ കമ്പനിയെ മുട്ടുകുത്തിച്ചൊരു നാടുകൂടിയാണ് ഈ നാട്. കാര്യം ഇവിടുത്തെ ഈ മല തുരന്നുകൊണ്ട് പോകുന്നതിനെതിരെ ഇവർ ഒറ്റക്കെട്ടായിട്ട് നെഞ്ചി വിരിച്ചങ്ങ് നിന്നു. അതോടുകൂടി ഡെൽറ്റ കമ്പനിക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പൊ പാട്ടും കായിക താരങ്ങളും സ്പിരിറ്റും രാഷ്ട്രീയവും ഒക്കെ ഉണ്ട്. രാഷ്ട്രീയമായി വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഇത് കോഴിക്കോട് മണ്ഡലത്തിന്റെ ഭാഗമാണ്. എം കെ രാഘവൻ വിജയിക്കുമെന്നൊരു പക്ഷം, കരിങ്ക വിജയിക്കുമെന്ന് മറ്റൊരു പക്ഷം. ഈ കളി ജനങ്ങളെ ഒന്നിപ്പിക്കുമെന്നുള്ള സന്ദേശം കൂടിയാണ്. കറക്റ്റ്, എക്സാക്ട്ലി.